ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ആന്ധ്ര മോഡലിൽ അച്ചാർ തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടി ഏകദേശം 2 കിലോയോളം മാങ്ങ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനെ നല്ലപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്താണ്. ഇനി ഇതിനെ ചെത്തിയിട്ട് കഷ്ണങ്ങളായിട്ടാണ് ഉണ്ടാക്കണം. ചെത്തിയിട്ട് നമുക്കൊന്ന് വെയിലത്ത് വാട്ടിയെടുക്കണം. ഒരുപാട് ഉണങ്ങാൻ പാടില്ല, അതിൻ്റെ ജലാംശം ഒന്ന് മാറിയാൽ മാത്രം മതി. നമുക്കത് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ചിലപ്പോൾ അത് ശരിയായില്ല എന്ന് വരും. അതുകൊണ്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിന് വേണ്ടത് മുളക് പൊടിയാണ്. അതും ഞാൻ വെയിലത്ത് വെച്ച് ചൂടാക്കും. പിന്നെ ഉലുവാപ്പൊടിയും കടുകും കഴുകിയ ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് വേണം പൊടിക്കാൻ. നമുക്കിതിനൊക്കെ ഒന്ന് കഷ്ണങ്ങളായിട്ട് വാട്ടിയെടുത്തിട്ട് വരാം. മാങ്ങ അതുപോലെ വാട്ടിയെടുത്ത ശേഷം ഞാനതിൽ ഉപ്പുപൊടി വെതറി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ വാടിയാൽ മതി. ഇത് ഉപ്പുപൊടി വെതറി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ ഉപ്പെല്ലാം അലിഞ്ഞ് വെള്ളമാകും. 15 നിമിഷം ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് മറ്റ് ചേരുവകൾ ചേർത്താം. ഉപ്പെല്ലാം എന്തായി മാങ്ങയിൽ നന്നായി അലിഞ്ഞ് ചേർന്ന് വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേരുവകൾ ചേർത്ത് തുടങ്ങാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയുണ്ട്. കൈക്കൊന്നുമില്ല, ഇത്രയും വേണം. ഇത്രയും മാങ്ങയിലേക്ക് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കടുക് പൊടിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചാണ്. അതും നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കാം. പിന്നെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടി തന്നെയാണ്. ഇതിന് നല്ല എരിവുണ്ടെങ്കിൽ നന്നായിരിക്കുള്ളൂ. അതും കൂടി നമുക്ക് ചേർത്ത് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യണം. ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ്. സാധാരണ അത് കടുകെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. ഇവിടെ കടുകെണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ എന്തായാലും നല്ലെണ്ണയാണ്. ഏതാണ്ട് ഒരു 200 മില്ലിയോളം നല്ലെണ്ണ ഞാനിവിടെ എടുത്തതിനെ നല്ലപോലെ ചൂടാക്കി വെച്ച് തണുപ്പിച്ചതാണ്. തണുത്ത ശേഷം മാത്രമേ ഇതിലൊഴിക്കാവൂ. അതിങ്ങനെ ചുറ്റും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വാങ്ങിയെടുക്കുന്ന പാത്രത്തിലോ സ്പൂണിലോ ഏതിലും യാതൊരുവിധ വെള്ളത്തിൻ്റെ അംശമോ നനവോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയായ അച്ചാർ കേടുവരും. ഇനി നമ്മളിത് സൂക്ഷിച്ച് വയ്ക്കുന്ന ഭരണിയിലായാലും ഗ്ലാസ് ജാറിലായാലും ഒക്കെ നല്ലപോലെ കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാനിവിടെ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ജാറ് രാവിലെ കഴുകി വൃത്തിയാക്കി വെയിൽ ഒളിച്ച് ഉണക്കിയെടുത്തിട്ടുള്ള ജാറാണ്. വെള്ളത്തിൻ്റെ യാതൊരു അംശവുമില്ല. ഇതുപോലെ അടച്ച് ടൈറ്റ് ചെയ്തെടുത്ത് വയ്ക്കാം. നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം. അതല്ല ഭരണിയാണെങ്കിലും ഭരണിയിൽ ഇതുപോലെ നനവില്ലാതെ എല്ലാം ആക്കി വെച്ചിട്ട് മേലയിലൊരു തുണി വെച്ച് കെട്ടണം. എന്നിട്ട് മൂടി കൊണ്ടെടുക്കണം. നമ്മുടെ ആന്ധ്ര മോഡൽ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 വർഷം കഴിഞ്ഞാലും യാതൊരു കേടും വരില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മാങ്ങ കിട്ടുന്ന സമയമല്ലേ, ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.